بسم الله الرحمن الرحيم. ولقد آتينا داود منا فضلا يا جبال أوبي معه والطير وألنا له الحديد أن اعمل سابغات وقدر في السرد واعملوا صالحا إني بما تعملون بصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1474 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 10-11 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا داود منا فضلا يا جبال أوبي معه والطير وألنا له الحديد أن يعمل سابغات وقدر في السرد واعملوا صالحا إني بما تعملون بصير. صدق الله العلي العظيم. സൂറത്ത് സബയിലെ 10-11 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കേണ്ടത്. മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. സൂറത്ത് സബയിലെ 1 മുതൽ 9 വരെയുള്ള ആയത്തുകൾ വളരെ പ്രൗഢഗംഭീരമായ ചില ആശയങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ വിവരണങ്ങൾക്കും ആ വിഷയങ്ങൾ ആ വിധത്തിൽ ശ്രദ്ധേയമായ വിധത്തിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പുതിയൊരു വിഷയത്തിലേക്കാണ് ഈ ആയത്ത് മുതൽ 10-ാമത്തെ ആയത്ത് മുതൽ പ്രവേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സൂറത്തിന്റെ പേര് സബ എന്ന് നിശ്ചയിക്കപ്പെടുന്നതിന് കാരണമായി വരുന്ന ഒരായത്ത് 15-ാമത്തെ ആയത്ത്. ആ 15 ഉൾപ്പെടുന്ന ആ ഭാഗം സൂറത്തിന്റെ ഈ നാമകരണത്തിന് കാരണമായ വിഷയങ്ങളൊക്കെ കടന്നു വരുന്ന ആ ഭാഗമാണ് ഈ 10-ാമത്തെ ആയത്തോടു കൂടി തുടങ്ങുന്നത്. പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെയും വാസങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹു വളരെ സുപ്രധാനമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഭാഗത്ത് മുന്നോട്ട് വെക്കുകയുണ്ടായത്. ഈ ആളുകള് ആകാശങ്ങളും ഭൂമിയും അവർക്ക് തീർത്തിരിക്കുന്ന ചില നിയന്ത്രണങ്ങൾ, ചില അതിർവരമ്പുകളുണ്ട് എന്നത് കാണുന്നില്ലേ? അവര് വളരെ ഫേം ആൻഡ് സോളിഡ് എന്ന് കരുതുന്ന വളരെ ഉറച്ച പ്രതലമാണ് അവരുടെ കാൽക്കീഴിലുള്ള ഭൂതലം എങ്കിൽ എന്ന് കരുതുന്നുവെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും അവര് നിലകൊള്ളുന്ന ആ ഇടം ഭൂമിക്കടിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളയാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല. അതല്ലെങ്കിൽ ആകാശത്ത് നിന്ന് വല്ലതും വല്ല കിസഫ് എന്ന വിധത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന വല്ലതും അവരുടെ മേൽ വന്ന് പതിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ല. അവര് വളരെ സുരക്ഷിതര് എന്നൊക്കെ സങ്കല്പിക്കുന്നുണ്ടാകാം. പക്ഷെ അതൊക്കെയും തന്നെ സുരക്ഷിതമായി നിലകൊള്ളുന്നത് അള്ളാഹുവിന്റെ ഒരു മശീഅത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവനിലേക്ക് തിരിയാൻ സന്നദ്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉൾക്കാഴ്ച നൽകുന്ന പ്രതിഭാസങ്ങൾ അടങ്ങിയിട്ടുണ്ട്.
എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠനം പൂർത്തിയാക്കിയ ഭാഗത്ത് അല്ലാഹു വ്യക്തമാക്കുകയുണ്ടായത്. പുതിയൊരു വിഷയം തുടങ്ങുകയാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് മുതൽ നമുക്ക് ഈ ആയത്തുകൾ അതിന്റെ ഭാഷാതലത്തിൽ തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. വലഖദ് ആതൈനാ ദാവൂദ മിന്ന ഫദ്ല. തീർച്ചയായിട്ടും ദാവൂദിന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള വലിയ അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി. ദാവൂദ് അലൈഹിസ്ലാമിനെയാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. ഇസ്രായേൽ സമൂഹത്തില് അവർ നേരിട്ടിരുന്ന ഏറ്റവും സങ്കീർണമായ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ രംഗത്ത് ഒരു ചരിത്ര പുരുഷനാണ് ദാവൂദ് അലൈഹിസ്സലാം. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിന്റെ മുമ്പായി ഈ ആയത്തിന്റെ ആശയം ആദ്യം നിങ്ങളുമായി പങ്കുവെക്കാം. വലഖദ് ആതൈനാ ദാവൂദ മിന്ന ഫദ്ല. തീർച്ചയായിട്ടും ദാവൂദിന് നാം നമ്മുടെ പക്കൽ നിന്നുള്ളതായ ഫദ്ല്, അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി. യാ ജിബാലു അവ്വിബീ മഅഹു. അള്ളാഹു അദ്ദേഹത്തിനായിട്ട് നൽകിയ വിശിഷ്ടമായ അനുഗ്രഹങ്ങളിൽ ചിലത് തുടർന്ന് പരാമർശിക്കുകയാണ് അള്ളാഹു. യാ ജിബാലു, പർവ്വതങ്ങളെ വിളിച്ചുകൊണ്ട് ദാവൂദ് അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, പർവ്വതങ്ങളെ വിളിച്ചുകൊണ്ട് നാം ഇങ്ങനെ പറഞ്ഞു, അവ്വിബീ മഅഹു. അദ്ദേഹത്തോടൊപ്പം സങ്കീർത്തനം ആലപിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ആ ദൈവിക സ്തോത്രങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കുചേരുക, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് ദാവൂദ് അലൈഹിസ്സലാം നടത്തുന്ന അദ്ദേഹത്തിന്റെ ആ കീർത്തനങ്ങളിൽ അള്ളാഹു പർവ്വതങ്ങളോട് പങ്കുചേരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. യാ ജിബാലു അവ്വിബീ മഅഹു. അതുപോലെ തന്നെ വത്വയർ, പക്ഷികളോടും അള്ളാഹു അങ്ങനെ ഒരു നിർദ്ദേശം പക്ഷികൾക്കും നൽകുകയുണ്ടായി. പർവ്വതങ്ങളോട് അള്ളാഹു പറയുന്നത് ദാവൂദ് അലൈഹിസ്സലാമിനോടൊപ്പം അള്ളാഹുവിനുള്ള സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തില് ദാവൂദ് അലൈഹിസ്സലാമിനോടൊപ്പം പങ്കുചേരുക, അണിചേരുക എന്നാണ്. അതേപോലെ തന്നെ പക്ഷികളോടും അള്ളാഹു അങ്ങനെ ഒരു നിർദ്ദേശം നൽകുകയുണ്ടായി, പക്ഷികൾക്കുമായിട്ട്. തുടർന്ന് പറയുന്ന അലന്നാ ലഹുൽ ഹദീദ്. അദ്ദേഹത്തിന് നാം അള്ളാഹു നൽകിയിട്ടുള്ള മറ്റൊരു അനുഗ്രഹം സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് നാം ഇരുമ്പിനെ മൃദുലമാക്കി കൊടുത്തു. അലന്നാ ലഹുൽ ഹദീദ്. ഇരുമ്പിനെ മാർദ്ദവമുള്ളത് അല്ലെങ്കിൽ മൃദുലമാക്കി ആ അവസ്ഥയിൽ അതിനെ പല ഷേപ്പും രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ അതിനെ പ്ലയബിൾ ആക്കി കൊടുത്തു. അതിനെ ഷേപ്പ് ചെയ്യാൻ, അതിനെ ഓരോ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ അതിനെ മൃദുലതയുള്ളതാക്കി കൊടുത്തു. വാലന്ന ലഹുൽ ഹദീദ് എന്നാണ് ഇവിടുന്ന് പറയുന്നത്. തുടർന്ന് അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിന് നൽകിയ ആ സന്ദർഭത്തിൽ നൽകിയ ഒരു നിർദ്ദേശമാണ് പരാമർശിക്കുന്നത്. അനിഅമൽ സാബിഗാത്ത്. ദാവൂദ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നത് സാബിഗാത്ത് ഉണ്ടാക്കിക്കൊള്ളുക എന്നാണ്. പടയങ്കി എന്നൊക്കെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് കാണുന്നത്. സാബിഗാത്ത് നിർമ്മിക്കാനാണ് ഇരുമ്പിനെ മൃദുലതയുള്ളതാക്കി കൊടുത്തുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്ന നിർദ്ദേശം. ഇംഗ്ലീഷിൽ ഈ സാബിഗാത്തിനുള്ള വിവർത്തനം കൊടുത്തു കാണുക ഫുൾ കോട്ട്സ് ഓഫ് മെയിൽ എന്നാണ്. ശരീരത്തെ പൂർണ്ണമായിട്ട് എല്ലാ ഭാഗങ്ങളും മറയ്ക്കുന്ന വിധത്തിലുള്ള രക്ഷാകവചമാണ് ഇരുമ്പ് കൊണ്ടുള്ള രക്ഷാകവചം, ലോഹ കവചം.
ഇതാണ് പടയങ്കി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫുൾ കോഡ്സ് ഓഫ് മെയിൽ എന്നൊക്കെ പറയുന്ന സംഗതി. പഴയകാലത്തെ യുദ്ധ സാഹചര്യങ്ങളിൽ സൈനികരും പോരാളികളൊക്കെ വളരെയേറെ ആയുധങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന ഒരു വൾണറബിൾ ആയ ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അപ്പോ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ശത്രുവിന്റെ ആയുധപ്രഹരത്തിന് വിധേയമായിക്കൊണ്ട് തുണ്ടങ്ങളായി വീഴാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുകയാണ്. അത്തരം യുദ്ധ സന്ദർഭങ്ങളെ നേരിടാൻ ഉപകരിക്കുന്ന വിധത്തിൽ ഇരുമ്പ് കൊണ്ട് ശരീരഭാഗങ്ങളെ ഓരോ ഭാഗം ഓരോ ഖണ്ഡവുമായിട്ട് മറയ്ക്കുന്ന വിധത്തിലുള്ള കവചങ്ങൾ നിർമ്മിക്കാൻ ഇരുമ്പ് ഉരുക്കിക്കൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ട ഒരു സാങ്കേതിക വിദ്യ, അത് എളുപ്പമാക്കി കൊടുക്കുന്ന ഒരു രീതി ദാവൂദ് അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ദാവൂദ് അലൈഹിസ്സലാമിന് അങ്ങനെ ഒരു ആശയം അള്ളാഹു നൽകുകയുണ്ടായി എന്നാണ് ഇവിടെ അള്ളാഹു നൽകുന്ന സൂചന. അനിഅമൽ സാബിഗാത്ത്, ഇതിന്റെ കൂടെ ഒരു വലിയ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു നിർദ്ദേശവും നൽകുകയാണ് തുടർന്ന്. വഖദ്ദിർ ഫിസ്സർദ്. ഞാൻ പാരായണം ചെയ്തപ്പോൾ തുടക്കത്തിൽ ആ പദം തെറ്റിയാണ് ഉച്ചരിച്ചിട്ടുള്ളത്. അത് മാറ്റി ഞാൻ പാരായണം ചെയ്യുകയുണ്ടായി. വഖദ്ദിർ ഫിസ്സർദ് എന്നാണ്. സർദ് എന്ന് പറഞ്ഞ കണ്ണികളാണ്, ചങ്ങലക്കണ്ണികളാണ്. അപ്പൊ ഈ പടയങ്കി നിർമ്മാണത്തിന് അതിന്റെ ഒരു ലെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ശരീരം ആവശ്യത്തിന് നമുക്ക് ശരീരത്തെ പല വിധത്തിലും ശരിക്കാനും വളയ്ക്കാനും കുനിയാനും നിവരാനും ഒക്കെ പറ്റുന്ന വിധത്തിൽ അതിന് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന വിധത്തിൽ കണ്ണികൾ ആയിട്ട് ഒരു ലെയർ പടയങ്കി നിർമ്മിക്കേണ്ടതുണ്ട്. അതിന്റെ മുകളില് ഒരുപക്ഷെ അതിനേക്കാൾ തിക്നെസ് ഉള്ള ഒരു കവചമായിട്ട് വേറെയും വരുന്നുണ്ടാവും. ചില ഇമേജസ് ഒക്കെ ഞാൻ കണ്ടത് ഈ പടയങ്കി ആയിട്ട് കാണാൻ പറ്റിയത് നമുക്ക് നെറ്റില് ഗൂഗിൾ ചെയ്താൽ കാണാവുന്ന സംഗതികളാണ് ഈ പഴയകാലത്തെ ഈ പടയങ്കിയുടെ രൂപങ്ങളൊക്കെ. അതിന്റെ ഇമേജസിന്റെ പിക്ചർ, ആ ഇമേജസ് കാണാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അള്ളാഹുവിടെ ഒരു നിർദ്ദേശം നൽകുന്നത് വഖദ്ദിർ ഫിസ്സർദ് എന്നാണ്. വളരെ പ്രത്യേകമായിട്ട് മെഷേർഡ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ള കണ്ണികൾ ഉണ്ടാക്കാനും നിർദ്ദേശിക്കുകയാണ് അള്ളാഹു ദാവൂദ് അലൈഹി ഇസ്ലാമിനോട്. സാബിഗാത്ത് നിർമ്മിക്കണം. ഈ മൃദുലമാക്കി കൊടുക്കപ്പെട്ടിട്ടുള്ള ഈ ഇരുമ്പ് ഉപയോഗപ്പെടുത്തിയിട്ട് സാബിഗാത്ത് ഉണ്ടാക്കാനാണ്. ഈ കവചങ്ങൾ അല്ലെങ്കിൽ പടയങ്കി, അതിന്റെ പല സെഗ്മെന്റ്സ് ഉണ്ടാവും. ഒന്നിച്ച ഒരൊറ്റ നമ്മുടെ അറബികളുടെ വേഷം പോലെയുള്ള ഒരൊറ്റ ഒരു ആവരണമല്ല ഇത്. ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും, പാദങ്ങൾക്ക് മുട്ടുവരെയുള്ള ഭാഗത്തിന്, തൈസിന്റെ പാർട്ടിന്, പിന്നെ അബ്ഡോമിന്റെ ഭാഗം, ചെസ്റ്റിന്റെ പാർട്ട്, കൈകളുടെ അപ്പർ ആം, ലോവർ ആം, അതുപോലെ പാംസ്, അതുപോലെ നെക്ക് പാർട്ട്, മുഖം, ശിരസ്, ഇങ്ങനെയുള്ള ഓരോ ഭാഗത്തിനും ഓരോ സെഗ്മെന്റ് ആയിട്ടുള്ള പ്രത്യേകമായ കവചങ്ങളാണ്. ഇതൊക്കെ അണിഞ്ഞൊരുങ്ങിയിട്ടാണ് പോരാട്ടത്തിന് ഇറങ്ങുക. അപ്പോ സാധാരണഗതിയിൽ ഒരു ഏറ്റുമുട്ടലില് പടയാളിക്ക് ശത്രുവുമായുള്ള ഏറ്റുമുട്ടലില് വലിയ സുരക്ഷ നൽകുന്ന ആവരണങ്ങളാണ്, കവചങ്ങളാണ് ഇതൊക്കെ തന്നെ. പക്ഷെ ഇത് ഇരുമ്പിനെ ഏത് വിധത്തില് മനുഷ്യന് പടയങ്കിയാക്കുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താം എന്നത് ഒരുപക്ഷെ മനുഷ്യൻ ഒരുപാട് കാലം തലപുണ്ണാക്കി ആലോചിച്ചിട്ടുണ്ടാവും. കാരണം അത് ഫ്ലെക്സിബിലിറ്റി ഇല്ലാണ്ടാക്കുന്ന, മനുഷ്യന് ചലിക്കാനുള്ള ഒരു സാധ്യത
കൈകള് കാലുകളൊക്കെ മൂവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഒക്കെ ഒരുപാട് പരിമിതപ്പെടുത്തുന്ന ഒരു സംഗതിയാണല്ലോ ഇരുമ്പ് കൊണ്ടുള്ള എന്ത് ആഭരണമാണെങ്കിലും. പക്ഷെ അതില് ഒരുപാട് എളുപ്പം കിട്ടുന്ന വിധത്തിലുള്ള കണ്ണികളായിട്ട് അതിനെ രൂപകൽപ്പന ചെയ്യാൻ, അത് തന്നെ കൃത്യമായി മെജേർഡ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ള അളവ് സൈസൊക്കെ കണക്കാക്കിയിട്ടുള്ള കണ്ണികൾ ആക്കി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്യാൻ അല്ലാഹു ദാവൂദ് അലൈഹി ഇസ്ലാമിന് ഒരു നിർദ്ദേശം നൽകിയ കാര്യമാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. വഖദ്ദിർ ഫിസ്സർദ്, എന്നിട്ട് പറയുന്ന നൽകുന്ന ഒരു നിർദ്ദേശം വഅമലു സ്വാലിഹ. അത് ദാവൂദ് അലൈഹി ഇസ്ലാമിനോട് മാത്രമായിട്ട് പറഞ്ഞതല്ല. ദാവൂദ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെ ആ സമൂഹവും അവരെല്ലാവരും തന്നെ ഫോളോ ചെയ്യേണ്ട വിധത്തിൽ അല്ലാഹു പറയുന്നത് വഅമലു സ്വാലിഹ, നിങ്ങൾ നന്മ ചെയ്യണം. നന്മക്ക് വേണ്ടിയാണ്, സുഹൃതത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിലക്കൊള്ളേണ്ടത്. അപ്പൊ ഈ ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിരോധ കവചങ്ങൾ, രക്ഷാ കവചങ്ങളായിട്ടുള്ള പടയങ്കി പോലെയുള്ള സംഗതികളൊക്കെ അതിനു വേണ്ട സൗകര്യമൊക്കെ അള്ളാഹു ചെയ്തു കൊടുത്തുകൊണ്ട് ദാവൂദ് അലൈഹി ഇസ്ലാമിനോട് നിർദ്ദേശിക്കുന്നത്, അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളോടുമായിട്ട് നിർദ്ദേശിക്കുന്നത് വഅമലു സ്വാലിഹ, നിങ്ങൾ നന്മ ചെയ്യണം. സമൂഹത്തില് വലിയ പരിഷ്കരണം ഉണ്ടാക്കുന്ന, ഗുണമുണ്ടാക്കുന്ന, സമൂഹത്തെ സംസ്കരിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടണം. ഇന്നീ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് സൂക്ഷ്മമായിട്ട് കാണുന്നവനാണ് ഞാൻ. ഇതാണ് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് ദാവൂദ് അലൈഹി ഇസ്ലാം. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള വിവരണങ്ങൾ വെളിപ്പെടുത്തുന്നത് ബത്ലഹേം പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു യുവാവായിരുന്നു അദ്ദേഹം എന്നാണ്. ബനൂ ഇസ്രായേൽ സമൂഹം ഫെലിസ്തീന്മാരുമായി നടന്ന പോരാട്ടത്തിൽ അവർക്ക് വലിയ വെല്ലുവിളി നടത്തിക്കൊണ്ട് അവര് നേരിടേണ്ടി വന്ന ഒരു പ്രതിയോഗിയാണ്, ശത്രു പക്ഷത്തെ ഒരു നേരിടാൻ കഴിയാത്ത വിധത്തിലുള്ള കരുത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഗോലിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഖുർആൻ ജാലൂത്ത് എന്ന് പരാമർശിക്കുന്ന വ്യക്തി. അദ്ദേഹം ബനൂ ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിച്ചിരുന്നത്. അദ്ദേഹത്തെ നേരിടുക, അദ്ദേഹത്തെ വകവരുത്തുക എന്നതൊന്നും ബനൂ ഇസ്രായേൽ സമൂഹത്തിന് ഒരു നിലക്കും സാധിക്കാത്ത ഒരു സംഗതിയായിരുന്നു. ആ ഘട്ടത്തില്, ആ പ്രതിസന്ധി നിറഞ്ഞ ആ സന്ദർഭത്തിലാണ് ആരുമായിരുന്നില്ലാത്ത, എന്തിന്റെയെങ്കിലും പേരിൽ ഒന്നും അറിയപ്പെട്ടിരുന്നതല്ലാത്തൊരു വ്യക്തി രംഗത്ത് വരുന്നതും സൈന്യത്തിൽ ചേർന്നുകൊണ്ട് ഗോലിയാത്തിനെ വകവരുത്തുന്നതും ഒക്കെ. ജാലൂത്തിന്റെ കഥ കഴിക്കുന്നതോടുകൂടി ദാവൂദ് എന്ന ആ ബാലൻ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ സമൂഹത്തിൽ വലിയ ശ്രദ്ധ നേടുകയാണ്, അവരുടെ വലിയ ഹീറോ ആയിട്ട്, നായകനായിട്ട് മാറുകയാണ്. വൈകാതെ തന്നെ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള ചുമതലകളും ബനൂ ഇസ്രായേൽ സമൂഹം നൽകുകയാണ്. ഹെബ്രോൻ പ്രദേശത്ത്, ഇന്ന് അൽ ഖലീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂപ്രദേശത്തിന്റെ ഭരണാധികാരിയായിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് ശേഷം താലൂത്തിന്റെ കാലശേഷം, താലൂത്തായിരുന്നു ആ ഘട്ടത്തിൽ അവരുടെ നായകനായിട്ട് ഉണ്ടായിരുന്നത്. താലൂത്തിന്റെ സൈന്യത്തിന്റെ ഭാഗമായിട്ടാണ് ദാവൂദ് അലൈഹി ഇസ്ലാം രംഗത്ത് വരുന്നതും ജാലൂത്തിന്റെ കഥ കഴിക്കുന്നതും ഒക്കെ തന്നെ. അങ്ങനെ താലൂത്തിന് ശേഷം ബനൂ ഇസ്രായേൽ സമൂഹങ്ങളുടെ മൊത്തം അധിപനായിട്ട്, രാജാവായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് ആ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ദാവൂദ് അലൈഹിസ്സലാമിനെ അതോടൊപ്പം തന്നെ അള്ളാഹു തന്റെ ഒരു ദൗത്യത്തിനു വേണ്ടി തെരഞ്ഞെടുക്കുകയും പ്രവാചകനായിട്ട് നിയോഗിക്കുകയൊക്കെ ചെയ്തു. അള്ളാഹുവിന്റെ മാർഗദർശനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവിക നിർദ്ദേശങ്ങളെയും നിയമങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിൽ ആദ്യമായിട്ട് അറിയപ്പെടുന്ന ചരിത്രത്തില് ഭൂമിയിൽ ആദ്യമായിട്ട് ദൈവിക നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്ര സംവിധാനം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് ദാവൂദ് അലൈഹിസ്സലാമാണ്. തുടർന്ന് അതിന് കൂടുതൽ പ്രശസ്തി ഉണ്ടാക്കുന്ന വിധത്തില് അദ്ദേഹത്തിന്റെ പുത്രൻ സുലൈമാൻ അലൈഹിസ്സലാം ആ ഒരു കാര്യം ഏറ്റെടുക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ പിന്നീട് കാണാൻ സാധിക്കും. ദാവൂദ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ആ പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവിക നിയമനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യഭരണം നിർവഹിക്കുന്ന വലിയൊരു ദൗത്യം അദ്ദേഹം ഏറ്റെടുത്ത് നിർവഹിച്ചു എന്നതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് അലൈഹിസ്സലാമിന് നമ്മിൽ നിന്നുള്ള പ്രത്യേകമായ ഫضലുകൾ, അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. ബുദ്ധിശക്തി, കാര്യങ്ങളെ വിലയിരുത്താനുള്ള കഴിവ്, സഹനം, അതുപോലെ യുക്തിബോധം, ഇങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ദാവൂദ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ബുദ്ധിപൂർവകമായിട്ട് കാര്യങ്ങളിൽ വിധി തീർപ്പ് നൽകുക എന്ന സംഗതി ദാവൂദ് അലൈഹിസ്സലാമും പിന്നീട് ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ മികവ് കാണിച്ചുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാമും ഒക്കെ നിർവഹിക്കുന്നത് ചരിത്രത്തിൽ അവരെ ആ നിലക്ക് വിശ്രുതരാക്കിയിട്ടുണ്ട്. സോളമൻ ദ വൈസ് എന്ന വിധത്തില് വിവരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ വിധി തീർപ്പുകളെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ ചില വിവരണങ്ങൾ നടത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിന് പ്രവാചകത്വം നൽകി, അദ്ദേഹത്തെ ഭരണാധികാരം നൽകി ആദരിച്ചു. അതുപോലെ വലിയ ചുമതലകൾ നിർവഹിക്കാൻ വേണ്ട എല്ലാവിധ സൈനികവും കായികവും അതുപോലെ ആയുധപരവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പിന്തുണയും അനുഗ്രഹവും ഒക്കെ നൽകി ദാവൂദ് അലൈഹിസ്സലാമിന്. അതിന്റെ ധാരാളം വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ അള്ളാഹു പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം, പർവ്വതങ്ങളും പക്ഷികളും അദ്ദേഹത്തിന്റെ സങ്കീർത്തനത്തിൽ പങ്കാളികളായി ചേരുമായിരുന്നു എന്നൊരു കാര്യമാണ്. പർവ്വതങ്ങൾക്ക് അള്ളാഹു നിർദ്ദേശം നൽകുകയാണ് ദാവൂദിന്റെ ആ കീർത്തനത്തില് ചേരണം. അതില് ആ ദൈവിക പ്രകീർത്തനത്തില് പങ്കുചേർന്നുകൊണ്ട് ദാവൂദിനോടൊപ്പം ശ്രുതിമധുരമായ ആ ആലാപനം നടത്തണം എന്നതാണ് പർവ്വതങ്ങളോടും പക്ഷികളോടും അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ചേതനം എന്നും അചേതനം എന്നും ഉള്ള വിധത്തില് പ്രപഞ്ചത്തിലെ സംഗതികളെ നമ്മൾ വേർതിരിക്കാറുണ്ടെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചേതനം അചേതനം എന്ന വിധത്തിലുള്ള ഒരു വേർതിരിവ് ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അള്ളാഹു തേനീച്ചക്ക് വഹി നൽകുന്ന കാര്യം പറയുന്നുണ്ട്, അതേപോലെ ഭൂമിക്ക് വഹി നൽകുന്ന കാര്യം പറയുന്നുണ്ട്. അള്ളാഹുവിന് ആകാശഭൂമികളിലുള്ളതൊക്കെയും തന്നെ പ്രകീർത്തനം ചെയ്യുന്ന, തസ്ബീഹ് ചെയ്യുന്ന കാര്യം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഉണ്മയുടെ രൂപം തന്നെ പറയാൻ കഴിയാത്ത മേഘങ്ങള് അള്ളാഹുവിന് പ്രകീർത്തനം നടത്തുന്ന കാര്യം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇവയൊക്കെയും തന്നെ അവന്റെ സൃഷ്ടികളാണ്. അവന്റെ സൃഷ്ടികൾക്ക് അവനുമായുള്ള ബന്ധം എന്നത് അവന് വിധേയപ്പെട്ടുകൊണ്ട് അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. ഇവിടെ പർവ്വതങ്ങൾക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശം പർവ്വതങ്ങൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്നതൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. പർവ്വതത്തിന് അതിൻ്റെതായ ഒരു ഈണവും താളവും ഒക്കെ ഉണ്ടാവണം.
മനുഷ്യരുടെ ധിക്കാരവും അക്രമവും കാരണവുമായിട്ട് ആകാശം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പൊട്ടിപ്പിളരുന്ന കാര്യം, പർവ്വതങ്ങള് പൊട്ടിപ്പിളരുന്ന കാര്യമൊക്കെ ഖുർആൻ സൂചിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് പർവ്വതങ്ങളിലാണെങ്കിൽ അതിലുള്ള ഘനഗംഭീരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കാരണമായിട്ട് അത് ഉതിർന്നു വീഴുമായിരുന്നു എന്ന വിധത്തില് അള്ളാഹു സൂചിപ്പിക്കുന്ന കാണാൻ കഴിയും. അപ്പോ ഈ വിവരണങ്ങളിൽ ഒന്നും തന്നെ ചേതനം എന്നും അചേതനം എന്നുമുള്ള വിധത്തിൽ ഒരു വേർതിരിവ് കാണിച്ചുകൊണ്ടുള്ള ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പർവ്വതങ്ങൾക്ക് അള്ളാഹു നിർദ്ദേശം നൽകുന്നത് ദാവൂദ് അലൈഹി ഇസ്ലാമിനോടൊപ്പം അള്ളാഹുവിനുള്ള കീർത്തനങ്ങളിൽ പങ്കാളിയാവാനാണ് എങ്കിൽ പർവ്വതങ്ങൾ അത് നിർവഹിക്കുന്നതിന് പർവ്വതങ്ങളുടേതായ ഒരു രീതി ഉണ്ടാകും. നമുക്കതൊരു കാവ്യഭാവനയിൽ ഒക്കെ കാണാനേ അല്ലെങ്കിൽ മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ പർവ്വതങ്ങൾക്ക് അള്ളാഹുവിനുള്ള തസ്ബീഹ് ചെയ്യുന്നതിന്, അള്ളാഹുവിനുള്ള കീർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് അതിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള നിയതമായ ഒരു രീതി തീർച്ചയായിട്ടും ഉണ്ടാവണം. അതേപോലെ പക്ഷികളുടെ ഈ നമ്മൾ പലപ്പോഴും പരാമർശിക്കാറുള്ള അവരുടെ ആലാപനം, ഒരു പക്ഷേ അത് ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം പക്ഷികൾ അള്ളാഹുവിനുള്ള പ്രകീർത്തനത്തിൽ ഏർപ്പെടുന്നത്. ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിനുള്ള പ്രകീർത്തനത്തിൽ ഏർപ്പെടുമ്പോ ഈ പർവ്വതങ്ങളും ചുറ്റുപാടുമുള്ള പർവ്വതങ്ങളും അതുപോലെ ആ ഭൂപ്രദേശങ്ങളിലുള്ള പക്ഷികളുമൊക്കെ അതിൽ പങ്കുചേരുന്നു എന്നത് നമുക്ക് അങ്ങനെ അനുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ബാങ്കുലികൾ കേൾക്കുമ്പോൾ ചില മൃഗങ്ങൾ പ്രതികരിക്കുന്നത് കേൾക്കാറുണ്ട്. അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് എന്താണ് ആ മൃഗങ്ങൾ നടത്തുന്ന പ്രതികരണം എന്നത്. പക്ഷെ നമുക്ക് ഈ ആയത്തിലെ സൂചന വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ, അനുമാനിക്കാനൊക്കെ പറ്റുന്ന ഒരു കാര്യം, ആ മൃഗങ്ങള് ആ കീർത്തനങ്ങളോട്, ദൈവികമായ കീർത്തനമായിട്ടുള്ള വചനങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അവര് അതിൽ പങ്കു ചേർന്നുകൊണ്ടുള്ള ഒരു തസ്ബീഹ് നിർവഹണത്തിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അത്രത്തോളം പ്രത്യക്ഷമായിക്കൊള്ളണം എന്നില്ല ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ അള്ളാഹുവിനുള്ള തസ്ബീഹ്. പക്ഷെ നമുക്ക് അങ്ങനെ അനുമാനിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇവിടെ ദാവൂദ് അലൈഹി ഇസ്ലാമിനെ അതുപോലെ ബനു ഇസ്രായേൽ സമൂഹത്തിലെ ചില സംഭവങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ വിവരണം നിർവഹിക്കുന്നത്. ഇവിടെ പറയുന്നത് ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു പ്രത്യേകമായ ഫضല് നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ദൈവിക കീർത്തനങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഘട്ടത്തില് പർവ്വതങ്ങളോടും പക്ഷികളോടും അതിൽ പങ്കുചേരാൻ അള്ളാഹു നിർദ്ദേശിച്ചു. അതുപോലെ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വളരെ വിശിഷ്ടമായ ഒരു അനുഗ്രഹമായിരുന്നു ഇരുമ്പിനെ മൃദുലതയുള്ളതാക്കി കൊടുത്തു എന്നത്. അതെന്തിനു വേണ്ടിയാണ് നൽകിയിട്ടുള്ളത്? അനിഅമൽ സാബിഗാത്തിൻ, പടയങ്കി നിർമ്മിച്ചോളൂ എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ്. പടയങ്കി നിർമ്മിക്കാനുള്ള നിർദ്ദേശം വേർബലായിട്ട് ദാവൂദ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുകയായിരുന്നോ, അത് വഹീന്റെ വേറെ ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നോ എന്നതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഏതോ വിധത്തിൽ അള്ളാഹു ദാവൂദ് അലൈഹി ഇസ്ലാമിന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നൂഹ് അലൈഹി ഇസ്ലാമിന് കപ്പൽ നിർമ്മാണത്തിന് അള്ളാഹു നിർദ്ദേശം നൽകുകയും അതിനു വേണ്ട ആശയങ്ങൾ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത കാര്യം അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലാണ് ആ കപ്പൽ നിർമ്മിക്കപ്പെടുകയുണ്ടായത് എന്ന കാര്യമൊക്കെ വിശുദ്ധ ഖുർആൻ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ഏത് വിധത്തിലാണ് നടത്തപ്പെട്ടത് എന്നത് നമുക്കറിയില്ല. പക്ഷെ അള്ളാഹുവിന് ധാരാളം വഴികളുണ്ട് ആ മനുഷ്യരുടെ മനസ്സിലേക്ക് ആശയങ്ങൾ എത്തിക്കുന്നതിന്. അവർക്ക് ഏറ്റവും അവരുടെ ഉറക്കം കെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഒബ്സെഷൻ ആയിട്ട് ഒരു കാര്യം മാറുന്ന വിധത്തിൽ മനസ്സിലൊരു സംഗതി അങ്ങനെ പ്ലേസ് ചെയ്ത് ഉറപ്പിക്കാൻ അള്ളാഹുവിന് ഒരുപാട് വഴികളുണ്ട്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ 605 പേജ് വരുന്ന ഖുർആൻ പൂർണ്ണമായിട്ട് ഹൃദിസ്ഥമാക്കിയത് 1 മിനിറ്റ് പോലും അതിനു വേണ്ടി അതിന്റെ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, അത് ഇറക്കി വെച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചില ആശയങ്ങൾ മനസ്സിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രീതി അള്ളാഹുവിനുണ്ട്. അത് സ്വപ്നമാവാം, മനസ്സിലൊരു വളരെ ശക്തമായ പ്രചോദനമായിട്ടുള്ള ഒരാശയമായി രൂപപ്പെടുന്നതാവാം, ഒരു ചിന്തയാവാം, വഹീന്റെ രൂപത്തിലാവാം, ഇൽഹാമിന്റെ രൂപത്തിലാകാം. പല രീതികളും അള്ളാഹു അതിന് സ്വീകരിക്കുന്നത് നമുക്ക് വിശുദ്ധ ഖുർആന്റെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ നിർമ്മാണത്തിന് സാബിഗാത്ത് നിർമ്മിക്കുമ്പോൾ അതിന്റെ നിർമ്മാണത്തിൽ വളരെ പ്രയോജനകരമാവുന്ന ഒരു കാര്യം കൂടി അള്ളാഹു ഇവിടെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. വഖദ്ദിർ ഫി സർദ്, സർദിനെ, ഈ ലിങ്കുകൾ, അതിന്റെ കണ്ണികളെ നന്നായി മെഷർ ചെയ്ത് കൃത്യതയുള്ളതാക്കി നിർമ്മിക്കണം എന്നതാണ് നിർദ്ദേശം. ശരീരത്തിന് ആവശ്യമായ ചലനം സാധിക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി നൽകുന്ന ഒരു സംഗതി ആയിരിക്കണം. അതിലൂടെ അള്ളാഹു എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഅ്മലൂ സ്വാലിഹ, ഈ പടയങ്കി കൊടുക്കുമ്പോ അള്ളാഹു ദാവൂദ് അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയിലെ മികവാണല്ലോ ഇത്. യുദ്ധങ്ങളിൽ വിജയം ഉണ്ടാകാറുള്ളത് പലപ്പോഴും സാങ്കേതിക വിദ്യയിലും ആയുധത്തിലും ഒക്കെ മികവുള്ളവർക്കാണ്. അള്ളാഹുവിന്റെ പിന്തുണയും സഹായവും ഉള്ളവർക്കാണ് എന്നത് വേറൊരു തലത്തിൽ നമുക്ക് പറയാം. അള്ളാഹു പിന്തുണയും സഹായവും ഒക്കെ നൽകല് ഇങ്ങനെയുള്ള ചില മികവ് നൽകിക്കൊണ്ടും കൂടിയാണ്. അത് മാത്രമാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാത്ത പല വഴികളും, ഇപ്പൊ അഹ്സാബ് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്തിന് ഗംഭീരം വിജയമായത് ഇങ്ങനെയുള്ള മികവ് കൊണ്ടൊന്നുമല്ല. അള്ളാഹു അവർക്ക് നൽകിയ ചില വളരെ തന്ത്രപരമായ ആശയങ്ങൾ കാരണമായിട്ടാണ്. ഖന്തക്ക് എന്നൊരു തന്ത്രമായിരുന്നു. അതുപോലെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരു യുദ്ധതന്ത്രം ശത്രുക്കൾക്കിടയിൽ നടപ്പാക്കിയ ഒരു കാര്യം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിനോട് നിർദ്ദേശിക്കുന്നത് പടയങ്കി ഈ വിധത്തിൽ കൃത്യതയുള്ള കണ്ണികളായിക്കൊണ്ട് നിർമ്മിക്കാനും, എന്നിട്ട് അതില് നൽകുന്ന നിർദ്ദേശം വഅ്മലൂ സ്വാലിഹ, കരുത്ത് മികവ് ഒക്കെ നേടി എന്ന് കരുതിയിട്ട് ദുർബലരായ ആളുകളുടെ നേരെ തത്വദീക്ഷയില്ലാതെ പാഞ്ഞെടുക്കണം എന്നല്ല. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഇത് വലിയൊരു അമാനത്താണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ബോധത്തോടു കൂടി വഅ്മലൂ സ്വാലിഹ, ദാവൂദ് അലൈഹി ഇസ്ലാം മാത്രമല്ല, അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ള ബനു ഇസ്രായേൽ സമൂഹത്തോട് ഒന്നാകെയായിട്ട് അള്ളാഹു നൽകുന്ന നിർദ്ദേശം ഇത് ബഹുവചനാണ്, ഏകവചനല്ല. അതുകൊണ്ട് ദാവൂദ് അലൈഹി ഇസ്ലാമിന് മാത്രമുള്ള നിർദ്ദേശമല്ല, അദ്ദേഹത്തോടൊപ്പം ഉള്ളവർക്കും കൂടിയുള്ള നിർദ്ദേശമാണ്. പടയങ്കി ഉണ്ട് എന്ന് കരുതിയിട്ട് തോന്നിയ പോലെ ദുർബലരായ ആളുകളുടെ നേരെ പാഞ്ഞെടുക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ സുരക്ഷിതരാണ് എന്നൊരു ബോധം ഈ ഇരുമ്പ് കൊണ്ടുള്ള കവചം മേലണിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. എന്ന് കരുതിയിട്ട് വൾണറബിൾ ആയ ഈ പ്രതിരോധമില്ലാതെ നിൽക്കുന്ന ആളുകളെ വെട്ടിനുറുക്കിക്കൊണ്ടിരിക്കാന് അകാരണമായിട്ട് ആയുധം കയ്യിലെടുക്കാനും അത് പ്രയോഗിക്കാനും നിങ്ങൾക്ക് അത് അതിനോടൊപ്പം അനുമതി നൽകുന്നില്ല. നിങ്ങൾ നന്മ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത് പ്രയോജനപ്പെടുത്തേണ്ടത്. നന്മയാണ് നിങ്ങൾ വിജയിപ്പിച്ചെടുക്കേണ്ടത്. വഅ്മലൂ സ്വാലിഹ, നിങ്ങൾ നന്മ ഉണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, അതുപോലെ ഉള്ള ഗുണപരമായ കാര്യങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരിക. അതിനു വേണ്ടിയാണ് ഈ സാബിഗാത്തും സർദ് പ്രത്യേകമായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ഈ കവചങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ ഇരുമ്പിനെ നിങ്ങൾക്ക് മൃദുലതയുള്ളതാക്കി നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇന്നി ബിമാ തഅമലൂന ബസീർ. എന്നിട്ട് ഒരു കാര്യം കൂടി അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ സ്വതന്ത്രമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അങ്ങ് ചെയ്യാൻ വേണ്ടിയല്ല, അത് സൂക്ഷ്മമായിട്ട് നിങ്ങൾ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. ഈ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു
ചൊരിഞ്ഞു തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെയും അങ്ങനെയാണ്. ചിലർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ ധാരാളം നൽകിക്കൊണ്ട് അവരെ പരീക്ഷിക്കും. പലപ്പോഴും ആളുകൾ അത് അവരുടെ സ്വന്തം നേട്ടമാണ് എന്ന് കരുതി അതിന്റെ പേരിൽ അഹന്തയും അതുപോലെ കിബറും ഒക്കെ ഉള്ള ആളുകളായിട്ട് മാറുന്നതാണ്. ചിലരെ അള്ളാഹു പരീക്ഷിക്കുന്നത് ഈ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങള്, ആവശ്യമായ കാര്യങ്ങൾ പോലും വളരെ പരിമിതമായിട്ട് മാത്രം നൽകിക്കൊണ്ടാണ്, പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ്. അപ്പോ അള്ളാഹു എന്നെ വല്ലാതെ അപമാനിതനാക്കി എന്ന് ഒരാൾക്ക് തോന്നിപ്പോയി എന്ന് വരും. ഇത് രണ്ടും വിശ്വാസപരമായ ദൗർബല്യത്തിന്റെ ലക്ഷണങ്ങളാണ്. നമുക്ക് കരുത്തുണ്ടാകുന്നത് നമ്മളുടെ മികവ് കൊണ്ട്, നമ്മളുടെ സാമർഥ്യം കൊണ്ട്, നമ്മളുടെ ആസൂത്രണം കൊണ്ട് എന്നൊക്കെ നമ്മൾ കരുതി പോകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ വിസ്മരിക്കുന്ന കുഫറിന്റെ ലക്ഷണമാണ്. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അള്ളാഹു നമ്മെ കൈയൊഴിഞ്ഞു, നമ്മളെ അപമാനിതരാക്കി, നമ്മളെ നിന്ദ്യരാക്കി എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതും വിശ്വാസപരമായ ദൗർബല്യത്തിന്റെ ലക്ഷണമായിട്ട്, അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസം ഇല്ലാതാവുന്നതിന്റെ സൂചനയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അപ്പോ സൂറത്ത് സബയിലെ 10-11 ആയത്തുകളാണ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഭാഗത്തിന്റെ തുടക്കത്തിലുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത് ഈ 2 ആയത്തുകളാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.